ഫിഖ് 89. നിസ്കാരത്തിൻ്റെ മൂന്നാമത്തെ ഫർള് ഖിയാമിനെ കുറിച്ചും അതിൻ്റെ നിർബന്ധമായ കാര്യങ്ങളും സുന്നത്തുകളുമാണ് നാം ഇന്നലെ പ്രതിപാദിച്ചത്. ഇന്ന് നിൽക്കാൻ കഴിയാതിരുന്നാൽ എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. മൻ അജസ അനിൽ ഖിയാമി ബിനഫ്സിഹി, സ്വയം നിൽക്കാൻ സാധിക്കാത്തവൻ ഇസ്തആന ബിഗൈരിഹി, മറ്റൊരാളെ കൊണ്ട് സഹായം തേടണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് ഫർള് നിസ്കാരത്തിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുക. സ്വന്തം നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ മറ്റുള്ളവരുടെ സഹായം തേടേണ്ടതാണ്. അതിന് അയാൾക്ക് വാടക കൊടുക്കേണ്ടി വന്നാൽ ആ കൂലി കൊടുത്തിട്ടെങ്കിലും അയാളെ കൂലിക്ക് വിളിക്കണമാ എന്നാ. അപ്പോൾ നമ്മുടെ നൃത്തത്തിൻ്റെ മഹത്വവും പ്രസക്തിയും നാം മനസ്സിലാക്കുക. ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് ഇരിക്കണ്ട. ഫഇല്ലം യജിദ് മുഈനൻ, ഇനി അങ്ങനെ സഹായിക്കാൻ ഒരാളെയും കിട്ടിയില്ല, കൂലി കൊടുത്തിട്ടും കിട്ടിയില്ല. അല്ലെങ്കിൽ ലൗ ഷക്ക അലൈഹിൽ ഖിയാമു മശക്കത്തൻ ലാ തുഹ്തമലു ആദത്തൻ, ഒരാളെ കിട്ടിയാൽ പോലും നിന്ന് നിസ്കരിക്കാൻ സാധിക്കില്ല, അത്രയും പ്രയാസമുണ്ട്. സാധാരണഗതിയിൽ അസഹ്യമായ പ്രയാസമാണ്, ചെറിയൊരു പ്രയാസമല്ല. എന്നാൽ സ്വല്ലാ ഖായിദൻ, ഇരുന്നു കൊണ്ട് നിസ്കരിക്കാവുന്നതാണ്. ഇരുന്ന് നിസ്കരിക്കുമ്പോൾ വൽ ഇഫ്തിറാഷ് ഹുവൽ അഫ്ളൽ, ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇരുത്തം. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇടത്തെ കാലിൽ ഇരിക്കുക, വലത്തെ പാദം പൊക്കി വെച്ചുകൊണ്ട്. സുമ്മത്തറബു, പിന്നീട് ചമ്രം പടിഞ്ഞിരിക്കലാണ്. ഇരുത്തത്തിനും ചമ്രം പടിഞ്ഞിരിക്കുക. സുമ്മത്തവറുക്കു, പിന്നീട് തവറുക്കും ഇരുത്തം. ഇതാണ് ഇരുത്തത്തിൻ്റെ ശൈലി. ഇത്തരക്കാർ റുക്കൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വാക്കല്ലു റുക്കൂഇഹി, ഇരുന്ന് നിസ്കരിക്കുമ്പോൾ റുക്കൂ ചെയ്യുന്നതിൻ്റെ ചുരുങ്ങിയ രൂപം. വഹാദാത്തു ജബ്ഹത്തിഹി മാ ഖുദ്ദാമ റുക്കുബത്തേഹി, അവൻ്റെ രണ്ട് മുട്ടുകാലിൻ്റെ മുൻഭാഗത്തോട് നെറ്റിത്തടം നേരിടണം. അപ്പോഴാണ് ചുരുങ്ങിയ റുക്കൂ ലഭിക്കുകയുള്ളൂ. വാക്മലുഹു വഹാദാത്തുഹ മൗദിയ സുജൂദിഹി, റുക്കൂവിൻ്റെ സമ്പൂർണം സുജൂദിൻ്റെ സ്ഥാനത്തോട് നെറ്റിത്തടം നേരിടലാണ്. അപ്പോൾ നിൽക്കാൻ കഴിയാത്തവൻ ഇരിക്കണം. ഫൈൻ അജസ അനിൽ ഖുഊദി, ഇരിക്കാനും സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ സ്വല്ലാ മുൽത്തജിയൻ അലാ ജംബിഹി, അവൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് നിസ്കരിക്കണം. വയുക്രഹു അൽ ഐസരി ബില ഉദ്രിൻ, കാരണമില്ലാതെ ഇടഭാഗത്തേക്ക് കിടക്കൽ കറാഹത്താണ്. അപ്പോൾ ചെരിഞ്ഞു കിടക്കുമ്പോൾ ഫസ്റ്റ് ചോയ്സ് വലതുഭാഗമാണ്. അത് സാധിക്കില്ലെങ്കിൽ മാത്രമേ ഇടതുഭാഗത്തേക്ക് ചെരിയാൻ പാടുള്ളൂ. ഫൈൻ അജസ, ഇരിക്കാനും ചെരിഞ്ഞു കിടക്കാൻ സാധിക്കാതെ വന്നാൽ ഫമുസ്തൽഖിയൻ അലാ ലഹ്രിഹി, മലർന്നു കിടന്ന് നിസ്കരിക്കന്നെ. അപ്പോൾ കിബിലക്ക് മുന്നിടേണ്ട ശൈലി എങ്ങനെയാണ്? വസ്തിക്ബാലുൽ മുൽത്തജിഇ, ചെരിഞ്ഞു കിടക്കുന്നവൻ കിബിലക്ക് മുന്നിടേണ്ടത് ബി വജ്ഹിഹി, അവൻ്റെ മുഖം കൊണ്ടും വ മുഖദ്ദമി ബദനിഹി, ശരീരത്തിൻ്റെ മുൻവശം കൊണ്ടുമാണ്. വൽ മുസ്തൽഖി, മലർന്നു കിടക്കുന്നവൻ ബി വജ്ഹിഹി, അവൻ്റെ മുഖം കൊണ്ടും വഅഹ്മസൈഹി, രണ്ട് കാലിൻ്റെ ഉൾഭാഗവും കൊണ്ടുമാണ്. അപ്പോൾ കാലും മുഖവും കിബിലക്കാകുന്ന വിധത്തിൽ മലർന്നു കിടക്കുക. അപ്പോൾ തലക്കടിയിൽ എന്തെങ്കിലും തലയണ മറ്റോ വെച്ചിട്ട് തല പൊക്കേണ്ടി വരും. വയുമിയാനി, ഈ രണ്ട് ആൾക്കാരും ചെരിഞ്ഞു കിടക്കുന്നവനും മലർന്നു കിടക്കുന്നവനും ആംഗ്യം കാണിക്കണം. ബി റസി, തല കൊണ്ട്, റുക്കൂവിന് വേണ്ടിയും വസുജൂദി, സുജൂദിന് വേണ്ടിയും, സൗബൽ കിബിലത്തി, കിബിലയുടെ ഭാഗത്തേക്ക്. അപ്പോൾ റുക്കൂവും സുജൂദും സമ്പൂർണ്ണമാക്കി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ തല കൊണ്ട് ആംഗ്യം കാണിച്ചാൽ മതി. റുക്കൂവിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് സുജൂദിന് വേണ്ടി ആംഗ്യം കാണിക്കുക. ഇങ്ങനെയാണ് ഖിയാം എന്ന ഫർള് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ നിസ്കരിക്കേണ്ട രൂപം. നിസ്കാരത്തിൻ്റെ അടുത്ത ഫർള്, നാലാമത്തെ ഫർള് ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യലാണ്. ഖിറാഅത്തു ഫാത്തിഹത്തിൻ ഫി ഖിയാമി കുല്ലി റക്അത്തിൻ ഇലാ റക്അത്ത് മസ്ബൂക്കിൻ, മസ്ബൂക്കിൻ്റെ ഖിയാം ഒഴിച്ച് എല്ലാവരുടെയും ഖിയാമിൽ ഫാത്തിഹ സമ്പൂർണ്ണമായി ഓതലാണ് നാലാമത്തെ ഫർള്. പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസി ഏറ്റവും കൂടുതലായി പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഏക സൂറത്തും സൂറത്തുൽ ഫാത്തിഹയാണ്. ലോകത്തൊരു ദിവസം കോടിക്കണക്കായ ഫാത്തിഹ സൂറത്തുകൾ ഓതപ്പെടുന്നുണ്ട്. അത്രയും ശ്രേഷ്ഠതയുള്ള സൂറത്തുൽ ഫാത്തിഹ നന്നായി പഠിക്കേണ്ടതും അതിൻ്റെ മഹ്റജുകളും ഷദ്ദുകളും മദ്ദുകളൊക്കെ സൂക്ഷിക്കേണ്ടതുമാണ്.
ഇൻഷാ അല്ലാഹ് അതിൻ്റെ വാജിബാത്തുകൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 ഖിയാം, 4 ഫാത്തിഹ ഓതൽ. ഈ ക്രമത്തിൽ തന്നെ സാധാരണക്കാരായ ആളുകൾ ഈ ക്ലാസ് കേട്ട് ഫർളുകൾ പഠിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.